നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കാർഡ് ഇതുവരെ പുതുക്കിയിട്ടില്ലേ എങ്കിൽ ഇതാ ഒരു സുവർണ്ണ അവസരം, ഇത് മാക്സിമം ഉപയോഗപ്പെടുത്താം. 1995 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള നിലവിൽ എംപ്ലോയ്മെന്റ് കാർഡ് ഇതുവരെ പുതുക്കാത്തവർക്ക് ഇത് പുതുക്കാനുള്ള അവസരമുണ്ട്. പലപ്പോഴായിട്ട് എംപ്ലോയ്മെന്റ് പുതുക്കാനുള്ള അവസരം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനമായിട്ട് വന്നൊരു അവസരമാണ്. ഏപ്രിൽ 30 വരെയാണ് നിലവിൽ അവസരം വന്നത്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. എംപ്ലോയ്മെന്റ് കാർഡ് കൊണ്ട് എന്താണ് ഉപയോഗം? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. നിലവിൽ സർക്കാർ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമ്പോൾ എംപ്ലോയ്മെന്റ് കാർഡുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തൊഴിലാഭ്യാസത്തിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ പുതുക്കാതെ എംപ്ലോയ്മെന്റ് കാർഡേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ സംവരണ വിഭാഗത്തിൽ അഥവാ തൊഴിലുമായി ബന്ധപ്പെട്ട സംവരണത്തിന് വേണ്ടി നിങ്ങൾ കാർഡ് ചോദിക്കുമ്പോൾ തൊഴിൽ കാർഡ് നൽകേണ്ടത് ആവശ്യം വരാറുണ്ട്. നിങ്ങളുടെ പഴയ സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പുതുക്കുന്നതോട് കൂടി ആ സീനിയോറിറ്റിയിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തു ഇതുവരെ പുതുക്കാത്ത കുറേ ആളുകളുണ്ട്. അവർക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും ഉദ്യോഗം നോക്കുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഇത് പുതുക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നിലവിൽ എംപ്ലോയ്മെന്റ് കാർഡുള്ളവർക്ക് പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തൊഴിലാഭ്യാസത്തിന് അപേക്ഷ നൽകുന്നവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള വായ്പകൾ എടുക്കുന്നവർക്കുണ്ടെങ്കിൽ അതും ഉപയോഗപ്പെടുത്താൻ പറ്റും. അവിടെ ഞങ്ങളുടെ നമ്പർ ഇത് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതുമായി സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഈ എംപ്ലോയ്മെന്റ് കാർഡ് പുതുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ കഴിയും. അപ്പം ആവശ്യമുള്ളവർ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.